ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ സമയത്തൊന്നും ഞാൻ രാവിലെ എണീക്കാറില്ല. ഇതിപ്പോൾ ടൈം ഒരു 5:30-ക്ക് ശേഷമായ ഒരു 5 മണി 6 മണി അടുപ്പിച്ചായി കാണും. അപ്പോഴാണ് ഞാനിങ്ങനെ ഉറക്കണീച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഈ സമയമൊക്കെ കണ്ടിട്ട് കുറച്ച് നാളുകൾ അധികമായി ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഉമ്മ ഉണ്ട്, വീട്ടിൽ ഉണ്ട്. നിങ്ങൾക്ക് ആ ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം. ഒരുവിധം സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞു, അതുകൊണ്ടാണല്ലോ വെട്ടം വന്നത്. സൂര്യ ഉദിച്ച് വരണേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു 6 മണി കഴിഞ്ഞു ഗൈസ്, അത്ര ആയിട്ടുള്ള. അങ്ങനെ ഞാൻ ഉറങ്ങിയത് തന്നെ ഒരു 1 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഈ ടൈം വെച്ച് നോക്കുന്നെങ്കിൽ ഞാൻ നല്ല നേരത്തെയാണ് എണീച്ചേക്കുന്നത്. ഞാൻ ഇവിടെ ഫുള്ള് ഇങ്ങനെ ചുറ്റിക്കാണിച്ച് തന്നതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് പല്ല് തേക്കാനാണ് ഗൈസ്. പല്ല് തേക്കാൻ പോകണമെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷൊക്കെ എടുക്കണം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ച് മുടിയെല്ലാം കൂടെ വാരി പിടിച്ച് ഞാൻ കെട്ടാണ്. കാരണം അവിടെ ബണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നത്, പക്ഷെ അത് എവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകളേ ഉള്ളൂ. ഇത് വാരി പിടിച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് മുടി ക്ലിപ്പ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. ബണ്ണ് കൊണ്ടുവന്ന് ഊരി വെച്ച് എവിടെ കൊണ്ടുവന്ന് ഊരി വെച്ചെന്ന് ബോധമില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് ഞാൻ കളഞ്ഞ്. ഇങ്ങനത്തെ 5-6 ക്ലിപ്പ് കൊണ്ടുപോയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ മുടി ഇരിക്കുമ്പോൾ മുടി കിടക്കുന്ന സമയത്ത് ഫുള്ള് പിരിന്ന് തറയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. മുടി കോലാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ബ്രഷ് എടുക്കുകയാണ്. ബ്രഷ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട്, കാരണം ഇവിടെ നിന്ന് ബ്രഷ് അങ്ങനത്തെ സാധനം എടുക്കാൻ മറന്നു പോയി. പിന്നെ കുഴപ്പമില്ല, സാധനം പുതിയത് നമുക്ക് വാങ്ങാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ അടപ്പൊക്കെ വെച്ച് അടച്ച് വൃത്തിയായിട്ട് വെച്ചേക്കുന്നു ഗൈസ്. നമ്മളിവിടെ വീട്ടിൽ വന്ന് ഈ സാധനം അടപ്പ് ഊരി കളയുന്ന അല്ലേ, പിന്നെ അത് എടുത്ത് വെക്കാറില്ല. പക്ഷേ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ അടപ്പ് സൂക്ഷിച്ച് തന്നെ വെച്ചിരുന്നത്. കാരണം അടച്ച് വെക്കല്ലോ, അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ ഇതെടുത്ത് പയ്യെ ഇതിനകത്ത് തന്നെ വെച്ചേക്കുന്നത്. കാരണം പല്ല് തേച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കണമല്ലോ എന്ന് വെച്ച് എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ പല്ല് വയ്ക്കാനായിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ വാഷ്റൂം അടിപൊളിയായിരുന്നു സാധനം. നമുക്ക് വീട്ടിലെ സംഭവം കണക്ക് തന്നെയായിരുന്നു. ഭയങ്കര അവരെപ്പോഴും വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചില അടുത്തൊന്നും പോയി നമുക്ക് ബാത്റൂം സെറ്റ് ആവില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ ബാത്റൂം എനിക്ക് കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലേ. കാരണം പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ ബാത്റൂം ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റൂല. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ കഴിയും. ഇപ്പം എല്ലാവരും വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിയുന്ന ടൈമേ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഫുള്ള് നഴ്സുമാരും അതിന് വരുന്നത്. ഇവിടെ വേറൊരു ചേച്ചിയും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേരെയും കാണാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നോ പോയി ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പോയി എൻ്റെ പരിപാടി ഫുള്ള് ചെയ്ത് തീർക്കുന്നുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിലാണ് രാവിലെ എങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ചെന്ന് കറക്റ്റ് ചെയ്ത്, കാരണം വെച്ചാൽ ഇതേ ഉള്ളു ഗൈസ്. പിന്നെ ഈ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യത്തില്ല. പിന്നെ രാത്രി ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് പിന്നെ ബാക്കി കറക്റ്റ് ഇരുട്ടത്തായിരിക്കും. കാരണം എല്ലാവരും വന്ന് ലൈറ്റൊക്കെ കാണിച്ചിട്ട് പോകും. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പിന്നെ അടുത്ത സൺസ്ക്രീൻ ഇടുകയാണ്. സൺസ്ക്രീൻ ഇടാതെ ഈ സൈഡിൽ ഇരിക്കാനേ പറ്റില്ല. ഈ ജനലിൻ്റെ സൈഡിൽ കൂടെ നല്ല രീതിയിൽ വെയിലടിക്കും. ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഫുള്ള് ഞാൻ ഈ ജനലിൻ്റെ സൈഡിലത്തെ ബെഡിലാണ് അവിടെയാണ് ഇരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ വെയിലടിക്കും. കരിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഉപയോഗിക്കണം. അങ്ങനത്തെ രാവിലത്തെ കലാപരിപാടി കഴിഞ്ഞ് റെഡിയായി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അതാണ്ട് വീട്ടിയുമായി ഇതണക്ക് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ആളൊരുവിധം നൂന്നിരിക്കുന്നുണ്ട്. കാരണം മെഡിസിനും കൊടുത്തോണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ നേരെ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. കാരണം വീട്ടിയമ്മക്ക് ആഹാരം വാങ്ങണം, അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതും കൂടെ വാങ്ങണം. അതിനായിട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരു അടിപൊളി കോഫി കുടിച്ചു. നല്ല കോഫിയായിരുന്നു. ഇവിടുത്തെ ഞാൻ ചായ കുടിച്ചു നോക്കിയിട്ടില്ല, കാരണം ഞാൻ ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല. കോഫിയാണ്. എൻ്റെ കൂടെ ചേർന്ന് ഉമ്മാക്കും കോഫി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ കോഫി കുടിക്കണം. ഞാനിങ്ങനെ ഫോൺ എടുത്തേക്കുന്നുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ്. ആൻറ്റിമാരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പോകുമ്പോൾ നോക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ കോഫി കുടിച്ച് ആ രാവിലത്തെ തലവേദന മാറി. വയറുവേദനയ്ക്ക് ഒരു കുറച്ച് ആശ്വാസം ഉണ്ട് ഗൈസ്. നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ദോശ കഴിക്കുകയാണ്. നെയ് റോസ്റ്റാണ് വാങ്ങിയത്. ഇത് കഴിക്കുക. കാരണം വീട്ടിയമ്മ കഴിക്കാൻ പോണേ ഉള്ളത് ഞാൻ മുമ്പ് കഴിച്ചു. കാരണം എനിക്ക് നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല പണിയാവും. അതുകൊണ്ട് സാമ്പാറും ദോശയും. ഇവിടുത്തെ സാമ്പാർ എന്ന് വെച്ചാൽ ഗൈസ് വെള്ളം കണക്കാം. സാമ്പാറും ചമ്മന്തിയൊക്കെ നമുക്ക് ഒഴിക്കുന്ന മാത്രമേ ഓർമ്മ കാണുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇരിക്കുമല്ലോ. ഞാനാണെങ്കിൽ ആ കവർ നൂത്ത് വെച്ചിട്ട് അതിനകത്തോട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. നോക്കിയപ്പോൾ സാമ്പാർ ഇവിടെ ഒഴിക്കുന്ന സാമ്പാർ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോന്നു ഇത് ചമ്മന്തിയും കൂടെ ഒഴിച്ചിട്ട് പാത്രം ഞങ്ങൾ എടുത്തില്ലായിരുന്നു. ഒരു വലിയ വട്ടപാത്രം കൊണ്ടുവന്നു. കാരണം നമ്മൾ ഈ ചോറൊക്കെ അടച്ചുകൊണ്ട് പോകില്ല, അതിൻ്റെ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു. അത് ഉമ്മ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഞാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നായിരുന്നു. ഞാൻ അവരുടെ ബേക്കിൽ പോയതെന്ന് വെച്ചാൽ രണ്ടാമത് പോയത് കുറച്ചും കൂടി സാധനം എടുത്തുകൊണ്ട് പോകാനായിരുന്നു. പക്ഷേ വിളിച്ച് പറയാൻ കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് സമാധാനമായത്. എങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ ഈ സാമ്പാറും ചമ്മന്തിയും ഇതെല്ലാം കൂടെ മുക്കി കഴിക്കുമ്പോൾ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ട്. സാമ്പാറിന് വലിയ ടേസ്റ്റ് ഇല്ല, ചമ്മന്തിക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ഓക്കെയാണ്. പിന്നെ ഒരു വടയും കൂടെ കൂട്ടി കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുഡ് മാത്രമാണ് ഞാൻ ക്യാൻറ്റീനിൽ ഫുഡ് കൊള്ളാമെന്ന് പറഞ്ഞ് കഴിച്ച
കഴിച്ച ഫുഡ് ഇതാണ്. പിന്നെ ഒന്നും ഞാൻ ക്യാൻറ്റീനിൽ അധികം കഴിക്കാനായിട്ടൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഫുഡ് കഴിക്കാൻ എനിക്കായിരുന്നു. അന്നലെ രാത്രി കഴിച്ച പൂരി മസാല ഇല്ല, അത് അടിപൊളിയായിരുന്നു. പൂരി മസാലയും കൊള്ളായിരുന്നു. ബാക്കി ഒരു ഇത് നമുക്ക് അധികം പിടിക്കൂല, എനിക്ക് പിടിക്കൂല, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ദോശയും ചമ്മന്തിയും കഴിക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിയമ്മക്ക് ഫുഡ് കൊടുക്കണം. വീട്ടിയമ്മക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എന്ത്, നേഴ്സുമാർ വന്ന് ഇൻസുലിൻ എടുത്തതിന് ശേഷം മാത്രമേ ഫുഡ് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാനിരുന്ന് കഴിച്ചത്. ആ വീട്ടിയമ്മക്ക് ഫുഡ് കൊടുക്കണ രംഗമാണിത്. കുറച്ചേ കഴിക്കുള്ളൂ ഗൈസ്. അതിനുശേഷം പിന്നെ എത്ര കൊടുത്താലും കഴിക്കൂല. കുഞ്ഞു പിള്ളേരെ കണക്കാ കയ്യുമ്പൊത്തിരിക്കണുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നതാണ് ഉമ്മ ഇവിടെ ഇരുന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കഴിക്കൂലെന്ന് വെച്ചാൽ കഴിക്കൂലെന്ന് തന്നെ. അതെങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൽഫി വന്നായിരുന്നു. അൽഫി വന്ന സമയത്ത് എൻ്റെ കുറച്ച് 5 സ്റ്റാർ ഇരുന്ന് അത് ഒരെണ്ണം ഉമ്മാക്കും കൊടുത്ത് അൽഫിക്കും കൊടുത്ത്, എന്നിട്ട് ഞാനും കഴിച്ചു ഗൈസ്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ വീട്ടിമായും കൊണ്ട് സ്കാനിങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും അൽഫിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അൽഫിയും ഞാനും കൂടെ പോണത് നേരെ അടുത്ത പരിപാടിക്കാണ്, കഴിക്കാൻ ഗൈസ്. നമ്മളങ്ങനെ നേരെ ക്യാൻറ്റീനിലോട്ടല്ല പോകുന്നത്. ക്യാൻറ്റീൻ വേറെ ഉണ്ട്, ചെറിയൊരു സ്റ്റോർ കണക്ക് അവിടെ വേറൊരു സംഭവമുണ്ട്. അവിടെ 24 മണിക്കൂർ സംഭവം ആളുണ്ട്, സാധനവും കിട്ടും. ക്യാൻറ്റീൻ എന്ന് പറയുന്ന സംഭവം 8:30 ആകുമ്പോൾ മാത്രമേ, 8:30 ആകുമ്പോൾ ക്ലോസ് ആണ്, നൈറ്റ് 8:30 ആകുമ്പോൾ ക്ലോസ് ആണ്. രാവിലെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇവിടെ പോയിട്ട് ഇവർക്ക് ഷവർമ വേണമെന്നും പറഞ്ഞ് ഷവർമ വാങ്ങിക്കൊടുത്ത്, ഭയങ്കര വിലയൊന്നുമില്ല, 50 രൂപയുള്ളായിരുന്നു. ഞാൻ ചിക്കൻ ഷവർമ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവള് ചിക്കൻ ഷവർമ വേണമെന്നും പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ കഴിച്ചു നോക്കിയാണ്. പക്ഷേ ഇവളെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയാൻ വയ്യ. ഇവള് ഭയങ്കര വലിയ എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല. അങ്ങനെ ഞാൻ വാങ്ങി കൊള്ളാമെന്നും പറഞ്ഞ് സാധനം കഴിച്ചു നോക്കിയാണ്. ഞാൻ കഴിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായ, 10 പൈസയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും കൊള്ളൂലാത്തൊരു സാധനം. എനിക്കിത് വായിൽ വെച്ചിട്ട് തുപ്പണോ ഇറക്കണോ എന്ന് പറ്റാത്തൊരവസ്ഥയാണ്. അവൾ കഴിക്കും, കാരണം ഞാൻ വാങ്ങിക്കൊടുത്തതാണല്ലോ. പിന്നെ അവൾക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയില്ല. എനിക്കാണെങ്കിൽ ഒരുമാതിരി കയ്പ് ഒടിച്ചേറി കുറേ റോ വെജിറ്റബിൾസ് എടുത്ത് കുറച്ച് ഉപ്പും കുരുമുളകും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ആ ഒരു ചിക്കൻ അതിലില്ല. അതാണ് കോമഡി, ചിക്കൻ ഇല്ല, ഈ സാധനം മാത്രമേ ഉള്ളൂ. എനിക്ക് ആ കയ്പങ്ങ് അടിച്ച ആ കുബൂസിൻ്റെ കൂടെ എനിക്കതുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കഴിച്ചില്ല, എൻ്റെ വായിലെ ടേസ്റ്റ് പോയി. അതിൻ്റെ വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയൊരു കട്ട്ലേറ്റ് വാങ്ങി. ഞാൻ അവളുടെ അടുത്ത് ആദ്യമേ പറയുന്നത് നമുക്ക് കട്ട്ലേറ്റ് വാങ്ങാം. അപ്പോൾ അവൾക്ക് ഷവർമ കഴിച്ചു നോക്കും ഒരാഗ്രഹം. 2 വാങ്ങാമെന്ന് വിചാരിച്ചത് നമ്മളാണ്. പിന്നെ 1 വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ പോയി കട്ട്ലേറ്റ് വാങ്ങി കഴിച്ചാൽ അത് കൊള്ളായിരുന്നു ഗൈസ്. അടിപൊളി ചിക്കൻ കട്ട്ലേറ്റാണ്. അവൾക്ക് കൊടുത്ത സമയത്ത് അവൾക്കും കഴിച്ചിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. അങ്ങനെ കട്ട്ലേറ്റ് കഴിച്ചപ്പോൾ ആ ഷവർമേര ആ വിഷം അങ്ങ് പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ കോളേജിലോട്ടാണ് പോകുന്നത്. കോളേജിൽ പോകുന്നതിന് കുറച്ച് നേരത്തെ മുമ്പ് ഇവൾ ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഇവൾക്ക് കൺസെഷൻ ഉള്ളതുകൊണ്ട് വലിയ പരിപാടിയില്ല. അവിടെ ഇറങ്ങിയിട്ട് ഒരു 10 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ നേരെ ഹോസ്പിറ്റലിലെത്തും പട്ടത്തിറങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കണമല്ലോ, അങ്ങനെ ഒരു മെറിൻ്റെയും കൂടെ വാങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇങ്ങനത്തെയൊക്കെയാണ്, കുരുത്തം കെട്ടൊരു സാധനം ആയതുകൊണ്ട് ഇത് പലതും കാണിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ഇത് വാങ്ങിക്കൊടുത്തിട്ട് ഇവളെ നേരെ ഞാൻ പറഞ്ഞ് വിടുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ ഇരിക്കുന്ന സ്കാനിങ് കഴിയുന്നിടത്ത് ഞാൻ പോകുന്നുണ്ട്. അവിടെ നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ആയി ഗൈസ്. അവിടെ ആളുണ്ടായിരുന്നു. നമ്മൾ 1 മണിക്കൂർ അവിടെ തന്നെ ഇരുത്തിയിരുന്നത്. ആ ഗ്യാപ്പിലാണ് ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ വന്ന് സാധനം വാങ്ങിക്കൊടുത്തിട്ട് പോയത്. എന്നിട്ട് ഞാൻ അവിടെ പോയി വീട്ടിയുമായും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കുറച്ച് ടൈം അധികമായി, ഉച്ച കഴിഞ്ഞായിരുന്നു. വന്ന സമയത്ത് എൻ്റെ ഒരു ഡോണറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. ഈ ഡോണറ്റ് അടിപൊളിയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ബ്രൗണി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വിശക്കും, ഇടയ്ക്കിടയ്ക്ക് കഴിയണം, കാരണം വയറുവേദനയാണ്, അതാണ് മെയിൻ കാരണം. അങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കി. ഇത് അടിപൊളിയായിരുന്നു. അവിടെ ഡോണറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ വന്നിരുന്ന് കഴിച്ചു. കാരണം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വാങ്ങിയത്. പിന്നെ എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ആ ടൈമിലാണ് അവിടെ പോകുന്നത്. അവിടുത്തെ പുതിയതാണോ പഴയതാണോ എന്ന് അറിയാതിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ പുതിയതാണ് ഗൈസ്, എല്ലാം പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ മാമി വന്നായിരുന്നു. മാമി വന്നപ്പോൾ ചോറും കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഞാനും നബീലും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പൊതി എടുത്ത് നൂറ്റിട്ട് അതിനകത്താണ് ഞാൻ അവനും കൂടെ കഴിച്ചിരുന്നത്. അങ്ങനെ ചോറും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. ഇവൻ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാനും ഉമ്മായും വീട്ടിയുമായും മാത്രമേ ഉള്ളൂ. ഇതൊരു വൈകുന്നേരം സമയമൊക്കെ ആയി ഗൈസ്. വൈകുന്നേരം സമയപ്പം ഞാൻ അടുത്ത എലൈറ്റിൻ്റെ ബ്രൗണി എടുത്ത്, ആ മിൽമയുടെ ബ്രൗണി കഴിച്ച് ഭയങ്കര വിഷമമായിരുന്നല്ലോ ഇന്നലെ. അത് ഈ ബ്രൗണി കഴിച്ചപ്പോൾ അങ്ങ് പോയി. എലൈറ്റിൻ്റെ ബ്രൗണി അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 20 രൂപ വരണുള്ളൂ. ഞാൻ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും പോണ സമയത്ത് ഇതൊക്കെയാണ് വാങ്ങി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ലേസും കൂടെ എടുത്ത് ഇതിനെ കുറച്ച് ഭാഗം ഉമ്മ കൊണ്ടുപോകുന്നുണ്ട്, കാരണം ഉമ്മാക്കും വേണമെന്ന് പറഞ്ഞ്. കാരണം ബ്രൗണി ഉമ്മ കഴിച്ചില്ല, മധുരമല്ല, അതുകൊണ്ട് മധുരമുള്ള സാധനങ്ങൾ അധികം ഉമ്മ കഴിക്കാനായിട്ട് നിൽക്കാറില്ല. പക്ഷേ ലേസിൻ്റെ കുറച്ച് ഭാഗം ഉമ്മാക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ച്. ഞാൻ ഇനി കൊടുക്കുന്നതിന് നിങ്ങൾ കാണണം. അങ്ങനെ ഉമ്മ കൊണ്ടുപോയി. ഇത് മാത്രമല്ല, ഇതിൽ നിന്നും കുറച്ചധികം കൊണ്ടുപോകുന്നുണ്ട്. അത് അടുത്ത സെക്ഷനായിട്ട് വാങ്ങുമല്ലോ, ഒരെണ്ണം തീരം വല്ല എടുത്തിട്ട് വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ ഞാൻ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സാധനം വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിൽ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ചില ഫുഡൊന്നും കഴിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഞാനാണെങ്കിൽ കടയിലോട്ട് പോയിട്ട്
ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നടന്നാണ് സ്റ്റെപ്പ് ഫുൾ ഇറങ്ങിയത്. കാരണം ലിഫ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇറങ്ങാൻ പാടില്ല ഗൈസ്. ഇറങ്ങാൻ പെട്ടെന്ന് പോകുന്നുള്ളൂ. ലിഫ്റ്റ് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം എടുക്കും അത് മേളിൽ പോയി താഴെ വരാം. 9th ഫ്ലോർ വരെ പോയിട്ട് വേണം താഴെ വരാൻ. ഞാൻ 4th ഫ്ലോറിലാണ്. അപ്പോൾ ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ സ്റ്റെപ്പ് വഴി അങ്ങ് താഴെ ഇറങ്ങി. എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് അവിടെ വന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കട ഉണ്ടായിരുന്നു. അവിടെ ഷേക്സ്, കേക്ക്സ്, പേസ്ട്രീസ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ഇത് കിഴി പൊറോട്ട ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ വാങ്ങിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും കത്തി വാങ്ങാൻ വെളിയിൽ പോയിട്ട് വീണ്ടും കത്തി വാങ്ങിക്കൊണ്ടുവന്നു. പേരയ്ക്കയും ആപ്പിൾ വാങ്ങി, കത്തി വാങ്ങിയില്ല. അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന കരിക്കിൻ്റെ ഷേക്ക് ഞാൻ കുടിക്കുകയാണ്. അവിടെ ഞാൻ കരിക്കിൻ്റെ ഷേക്കും കൂടെ എടുത്തായിരുന്നു. കരിക്കിൻ്റെ ഷേക്ക് കുടിച്ച് ഇപ്പോഴാണ് എനിക്കെന്തോ വെളിയിലത്തെ ഫുഡിൻ്റെ ആ ടേസ്റ്റ് വന്നത്. എനിക്ക് അവിടുത്തെ സാമ്പാർ ഇതൊക്കെ കഴിച്ച ശേഷം മടുത്തായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് വാങ്ങി. ഞാൻ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഭയങ്കര ഫാനാണ്. പക്ഷേ ഈ കട്ട്ലേറ്റ് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടി. എനിക്ക് അങ്ങനെ ഉപ്പ് അധികം കൂടി എനിക്ക് ആ സാധനത്തിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. എനിക്ക് ഭയങ്കര ഉപ്പ് കൂടി. പക്ഷേ ഉമ്മക്ക് കൊടുത്ത് ഉമ്മ കഴിച്ച സമയത്ത് ഉമ്മ കുറച്ച് കഴിഞ്ഞാണ് കഴിച്ചത്. പക്ഷേ കഴിച്ച സമയത്ത് ഉമ്മ പറയുന്നത് ഉപ്പ് നോർമലാണെന്ന്. ഉമ്മാരെയൊക്കെ ഉപ്പ് എനിക്ക് ശരിയാവില്ലായിരിക്കും. എനിക്ക് ഇച്ചിരി ഉപ്പ് അധികമായിരുന്നു. പക്ഷേ ഷേക്കിൻ്റെ കൂടെ കുടിക്കുമ്പോൾ നോർമലായിരുന്നു. പക്ഷേ ഷേക്ക് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ടൊരു പേരയ്ക്ക കഴിക്കുന്നുണ്ട്. ഇത് ഒരു കുഞ്ഞു പീസ് പേരയ്ക്കാണ് എടുത്താൽ വീട്ടിൽ നമുക്ക് ഏത് ഫ്രൂട്ട് കൊടുത്താലും 1/2 പോർഷനെ കൊടുക്കാവൂ. ഒരു ആപ്പിൾ എടുത്താൽ അതിൻ്റെ പകുതിയെ കൊടുക്കാവൂ. അതിൻ്റെ പകുതി എടുത്തിട്ട് ബാക്കി ഞാനും ഉമ്മയും കൂടെ കഴിച്ച് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ആപ്പിളും പേരയ്ക്കയും മാത്രമേ ഫ്രൂട്ട്സിൽ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ആപ്പിളും പേരയ്ക്കയും മാത്രമാണ് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നാൽ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോൾ ഞാനും ഉമ്മയും കൂടെ താഴോട്ട് പോവുകയാണ്. വീട്ടിൽ ഫുഡ് വാങ്ങാൻ. കാരണം ഞാനിവിടെ പൊറോട്ട വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വീട്ടിൽ ഫുഡ് വാങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് വെച്ചാൽ ദോശയാണ്. ദോശയും സാമ്പാറുമാണ് അവിടെ പോയി വാങ്ങിയത്. അതിന് മുമ്പ് ഞങ്ങളൊരു കോഫി കുടിക്കുന്നുണ്ട്. ഇത് ക്യാൻറ്റീനകത്തെ കോഫിയല്ല, ഇവിടെ മിഷനിൽ കോഫി വരുമല്ലോ അതാണ്. അകത്തുള്ള കോഫി നമ്മൾ ചെന്ന സമയത്ത് തീർന്നു ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ നേരത്തെ കണക്ക് തന്നെ ആൾക്കാർ നോക്കിക്കൊണ്ടോ ഇത് എന്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് കണ്ട ഈ മാമ കുറച്ച് നേരം അത് നോക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് വാങ്ങിക്കൊടുത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ നേരെ പോവുകയാണ് ചൂടുവെള്ളം എടുക്കുക. അങ്ങനെയാണ് റൂമിൽ നിന്ന് അപ്പം പുറത്ത് പോകുന്നുണ്ട്. ചൂടുവെള്ളം വേണമെന്നിപ്പോൾ ചൂടുവെള്ളം എടുക്കണം, തണുത്ത വെള്ളം വേണമെന്നിപ്പോൾ തണുത്ത വെള്ളം എടുക്കണം. ചൂടുവെള്ളം എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരുന്ന കുറച്ച് സമയത്തല്ലേ ചൂടാണുള്ളൂ. അതുകൊണ്ട് കുറച്ച് അളവിലേ എടുക്കുള്ളൂ, ഒരു കപ്പിലൊക്കെ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ കിഴി പൊറോട്ടയാണ് ഗൈസ്. പക്ഷേ ഇത് ഞാൻ ഒരു പൊറോട്ട കഴിച്ചോളൂ. ഇതിനകത്ത് 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉമ്മ കൊടുത്തു. ഉമ്മക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞ്. ഇതിന് 100 രൂപയാവുന്നുള്ളൂ. 100 രൂപയ്ക്ക് 3 പൊറോട്ടയും 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു ഗൈസ്. ചിക്കൻ അടിപൊളിയാണ്. പിന്നെ കിഴി പൊറോട്ട എന്ന് പറഞ്ഞ് ഭയങ്കര ലെയറിൽ ഭയങ്കര സംഭവമൊന്നും ഇല്ലായിരുന്നു. കാരണം അതിനുള്ള റേറ്റും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് 3 പൊറോട്ട എടുത്ത് ചിക്കൻ കറിയും കൂട്ടി വാഴയിലിൽ വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. ഞാനിത് ഉമ്മാക്ക് കൊടുക്കുകയാണ്. ഞാനും പിന്നെ കഴിക്കുന്നുണ്ട്. ഉമ്മ പിന്നെ വലുതായിട്ട് ചിക്കൻ ഒന്നും രാത്രിയൊന്നും അധികം കഴിക്കാനായിട്ട് ഇരിക്കൂല. എന്നിട്ട് ഞാനാണെങ്കിൽ നോക്കുകയാണ്. എനിക്ക് പൊറോട്ട തോനെ വലിയ പൊറോട്ട ആയിരുന്നു കൈസ്. എൻ്റെ സൈസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്തായാലും എനിക്ക് ഒരെണ്ണത്തിൽ കൂടുതൽ പോകുമെന്ന്. അങ്ങനെ ഞാൻ ഇത് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ടാണെങ്കിൽ പിന്നെയാണെങ്കിലുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനും പറഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം സിസ്റ്റർമാരൊക്കെ വന്ന് എല്ലാ പരിപാടിയും കഴിക്കും. എന്നിട്ട് കുറച്ച് താമസിച്ചാണ് നമ്മൾ കഴിക്കുന്നുണ്ട്. വീട്ടിൽ ആഹാരം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ എനിക്ക് വായിൽ വെച്ച് തന്ന ദോശയുടെ പകുതിയാണ്. വീട്ടിൽ അതിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ, ബാക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിച്ചതിന് ശേഷം ഗ്രേപ്പ് പോളിൻ്റെ ഒരു ജ്യൂസും കൂടെ കുടിക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ.